വെട്ടിക്കളഞ്ഞ ഒരു വൃക്ഷം പോലെയായിരിക്കാം നിന്റെ അവസ്ഥ. പക്ഷെ വേരിനകത്ത് നിന്ന് ഒരു കൊമ്പ് മുളപ്പിച്ച് അതിൽ ഫലമുളവാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ പ്രത്യാശയുള്ളവന്റെ അവസ്ഥ ഇതാണ്. അകത്ത് പ്രത്യാശയുള്ളവന്, അകത്ത് വിശ്വാസമുള്ളവന്റെ അവസ്ഥ ഇതാണ്. ചില പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിടത്ത് ചില പുതിയ കുറിപ്പുകൾ നൽകി, അതിനകത്ത് ഫലമുളവാക്കാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. ചില ഫലങ്ങൾ പുറപ്പെടാൻ തുടങ്ങുകയാണ് കേട്ടോ. വ്യക്തിയിട്ട ചില മത്സരങ്ങളിൽ അവസാനിച്ചെന്ന് കരുതിയ ചില വൃക്ഷങ്ങളുടെ നടുവിൽ, വൃക്ഷം പോലെ ഇരിക്കുന്ന ചില അനുഭവങ്ങളുടെ നടുവിൽ ദൈവം ചിലതിനെയൊക്കെ ഈ ദിവസങ്ങളിൽ മുളപ്പിക്കുമെന്ന് ചില തലമുറയോടുള്ള ബന്ധത്തിൽ, ചില ഭാര്യയോടുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ വ്യക്തിയിട്ട വൃക്ഷം പോലെയാണ് ചിലത്. എന്നാൽ ചിലതൊക്കെ മുളച്ചു വരുമെന്ന് പ്രതീക്ഷ തകർന്നിടത്ത് ചിലതൊക്കെ മുളച്ചു വരുമെന്ന് ഇതുവരെ പരിശുദ്ധനാണ് ഈ വചനത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മകൻ ആത്മാവിനോട് വ്യക്തമായി പറയുന്നു, വെട്ടിയിട്ട ഒരു വൃക്ഷം പോലെയായിരിക്കാം നിന്റെ കുടുംബജീവിതം. വെട്ടിക്കളഞ്ഞ വൃക്ഷം പോലെയായിരിക്കാം. ഒരിക്കലും കൂടിച്ചേരാൻ കഴിയാത്ത നിലവാരത്തിലായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ ആത്മാവിനെ പ്രവചിച്ചു പറയുക, വെട്ടിയിട്ട വൃക്ഷത്തിന്റെ വേരിൽ നിന്ന് കൊമ്പ് മുളപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയമേതാണോ അതിനകത്ത് ചിലതൊക്കെ കുളിപ്പിക്കാൻ, നിന്റെ പ്രതീക്ഷകൾക്ക് കണക്കൂട്ടലുകൾക്ക് അപ്പുറമായി ചിലതൊക്കെ കുളിപ്പിക്കാൻ. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു. നമ്മുടെ ഉള്ളിലുള്ളവനെ നാം തിരിച്ചറിയണം. നമ്മൾ ഉള്ളിൽ ഇരിക്കുന്നവനെ നാം എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ആ തിരിച്ചറിയുള്ളവർക്ക് മാത്രമേ വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കാൻ കഴിയൂ, വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിക്കാൻ കഴിയൂ. ഉള്ളിലുള്ളവനെ തിരിച്ചറിയാത്തവരെ എപ്പോ മാത്രമല്ല അവിശ്വാസത്തിന്റെ വാക്ക് മാത്രമേ സംസാരിക്കൂ. അകത്തുള്ളവനെ തിരിച്ചറിയാത്തവർ അവിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അകത്തുള്ളവനെ തിരിച്ചറിഞ്ഞവർ വിശ്വാസത്തിന്റെ വാക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. വാ തുറന്നാൽ നെഗറ്റീവ് മാത്രം പറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അവരുടെ ഉള്ളിലെ ആത്മാവ് വേറെയാണ്. അവരെ കൂടി ഇരിക്കുക പോലും ചെയ്യരുത്. കാരണം നിന്റെ ഉള്ളിലുള്ള വിശ്വാസം ഉള്ളപ്പോൾ മനസ്സിലായില്ല.